ഒരു ദേശത്തിൻ്റെ കഥയിൽ നിന്ന്. വേലു മുഖമുയർത്തിയില്ല, നോക്കിയില്ല. പോലീസുകാരൻ്റെ കാൽക്കൽ കമിഴ്ന്നൊരു ചൊരറ്റ വീഴ്ച. ഏമാനെ ഇരച്ചിക്കണേ, നീ എണീറ്റിരിക്കടാ. പോലീസുകാരൻ ബൂട്ട് കൊണ്ട് വേലുവിൻ്റെ മോന്തയ്ക്ക് മെല്ലെ ഒരു തട്ട് കൊടുത്തു. നിന്നോട് ചിലത് ചോദിക്കാനുണ്ട്. വേലു ചൊരിയാനഴിച്ച കൊപ്പരച്ചാക്ക് പോലെ ഇരുന്നു കൊടുത്തു. കോൺസ്റ്റബിൾ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ കോലായിലെ ബെഞ്ചിൽ ഇരുന്നു മഹസർ തയ്യാറാക്കാനൊരുങ്ങി. എൻ്റെ പേര്? കോൺസ്റ്റബിളിൻ്റെ ആദ്യത്തെ ചോദ്യം. വേലു കൂനൻ നിലത്ത് നോക്കി സങ്കടസ്വരത്തിൽ മൊഴി കൊടുത്തു. അച്ഛൻ്റെ പേര് കടുങ്ങോൻ, വീട്ടുപേര് കുറുക്കൻകണ്ടി, വയസ്സ് 48, പണി കടപ്പുറത്തെ പാണ്ഡ്യാലിയിൽ കൊപ്പര തിരയൽ. നിനക്ക് കൊപ്പര തിരയാൻ പോയാൽ ദിവസം എന്ത് കിട്ടും? ദിവസം ഒരു 100 ഉറുപ്പിക കിട്ടുമോ? ദിവസം 100 ഉറുപ്പിക എന്ന് കേട്ടപ്പോൾ പോലീസുകാരൻ്റെ പുഴത്തമൂർത്ത് വേലു അറിയാതെ ചിരിച്ചുപോയി. ചട്ട്! കോൺസ്റ്റബിൾ ബൂട്ട് കൊണ്ട് നിലത്തൊരു ചവിട്ട്. നിൻ്റെ പൊണ്ണച്ചരി ഞാൻ മാറ്റിത്തരാം. ചോദിച്ചതിന് ഉത്തരം പറയടാ. ദിവസം എന്ത് കിട്ടും? 1 ഉറുപ്പ്യൻ്റെ പൊത്തൻ കിട്ടും ഏമാനെ. വേലു ചിരിയമർത്താനൊരു കൃത്രിമക്കരച്ചിൽ വരുത്തി വിക്കി മുഴിഞ്ഞു. ശരി, ദിവസം 1 ഉറുപ്പിക. വേലു തലയാട്ടി. ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീ നിൻ്റെ ആരാണ്? ആച്ച, ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണാണ്. ശരി, നിൻ്റെ പെണ്ണിൻ്റെ ദേഹത്തിൽ കുറേയധികം സ്വർണ്ണാഭരണങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം നീ ഉണ്ടാക്കി കൊടുത്തതാണോ? ഉത്തരമില്ല. എടാ, ചോദിച്ചത് കേട്ടില്ലേ? ബൂട്ട്സ് കൊണ്ട് നിലത്തെ ചവിട്ടുകൂടി. ഈ പണ്ടങ്ങളെല്ലാം നീ തീർപ്പിച്ചു കൊടുത്തതാണോ? കൂനൻ മൗനം. ആ മുഹൂർത്തത്തിൽ ഒരാൾ ബന്ധപ്പെട്ട് അങ്ങോട്ട് കയറി വന്നു. മുറ്റത്തൊരു മൂലയിൽ കൂടി നിന്നിരുന്ന അതിരാണിപ്പാടത്തെ ബഹുജനം അതിനെ അല്പം ആശങ്കയോട് നോക്കി. ശങ്കണ്ണി കൗമ്പൗണ്ടർ കുടവേറിനും